അവൻ ആരുടെ അനിയനാ? അവനെല്ലാ ബുദ്ധിയും എന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്നേ. പിനാക്കിയുടെ എക്സ്പെരിമെന്റ് വളരെ നന്നായിട്ടുണ്ട്. മീട്ടി മാമിന് വളരെ സന്തോഷവും. എനിക്ക് തോന്നുന്നു അവനായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക്. അതെങ്ങനെ സംഭവിക്കും? ഇത് നോക്ക്, സന്തുവിന്റെ ബുദ്ധി കൊണ്ട് പിനാക്കിയുടെ മുഖത്ത് കരിവാരിത്തേക്കാ. അത് ശരി, പിനാക്കിയുടെ മുഖത്ത് കരിവാരിത്തേക്കോ? ഇപ്പൊ കാണിച്ചു തരാം. ഐഡിയ. പിനാക്കി ഭയങ്കര ചൂടെടുക്കുന്നു. ഒന്നാ ഫാൻ എന്നിട്ട് തരുമോ? ഭൂതങ്ങൾക്ക് അതിന് ചൂടെടുക്കാറുണ്ടോ? യെസ് യെസ്, എടുക്കാറുണ്ട്. ചൂടെടുക്കാറുണ്ട്. ഓ, ഭൂതങ്ങൾക്ക് വിശപ്പും ദാഹവും ഉണ്ടാകാമെങ്കിൽ പിന്നെ ചൂടെടുക്കാൻ പറ്റത്തില്ലേ? ശരി ശരി. ഇനി കാണാൻ ശരിയായ രസം. മമ്മി, മാം, പിനാക്കി എന്റെ മുഖത്ത് കറുത്ത പൊടി വാരിയിട്ടു. എന്നിട്ട് എന്റെ മുഖം കറുപ്പിച്ച് കളഞ്ഞു. ഇല്ല മാം, ഞാനൊന്നും ചെയ്തില്ല. ഞാൻ ഫാൻ ഒന്ന് ഓൺ ചെയ്തേ ഉള്ളൂ. അല്ല മാം, ഇവൻ മനഃപൂർവ്വമാണ് ഫാൻ ഓൺ ചെയ്തത്. ആ ബ്ലാക്ക് പൗഡർ എന്റെ മുഖത്ത് വീഴാൻ വേണ്ടി. I will not take any nonsense in my class. മാം, ഇവന്റെ അങ്കിളുടെ ആന്റിയുടെ അടുത്തും കംപ്ലൈന്റ് ചെയ്യണം. അപ്പോഴേ ഇവന് മനസ്സിലാവും. ഞാൻ എന്റെ മമ്മിയെ വിളിച്ചോണ്ട് വരാം. Done. നാളെ രണ്ടുപേരും അവരവരുടെ പേരൻസിനെ വിളിച്ചോണ്ട് വരൂ to meet the principal. നാളത്തെ ഭൂതങ്ങളുടെ സമ്മേളനത്തിനുള്ള ടിക്കറ്റ്സ് വാങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? ഞാൻ കുറേ സ്പെഷ്യൽ തയ്യാറെടുപ്പെടുത്തിട്ടുണ്ട് അതിനു വേണ്ടി. ഓഹോ മാഡം, അതിന് താങ്കൾ നാളേക്കെങ്കിലും മേക്കപ്പ് ഇട്ട് തീർന്നാലല്ലേ അവിടെ സമയത്തിനെത്താൻ പറ്റൂ. ഞാനിപ്പോഴേ പറയുന്നു അവിടെ സമയത്തിനെത്തണമെന്ന്. ശരി ശരി, എന്തിനാ ഇനി ദേഷ്യപ്പെടുന്നത്? ഇതാ വരുന്നു എന്റെ പ്രിയപുത്രൻ. എങ്ങനെയുണ്ടായിരുന്നു സ്കൂളിലെ ഇന്നത്തെ ദിവസം? അത് സ്കൂളിൽ നാളെ മാജിക്കൽ റുബിക്സ് ക്യൂബ് നിന്റെ കയ്യിലായിരുന്നു. എത്ര നേരമായി ഞാൻ അന്വേഷിക്കുന്നു. എന്നാ പിടിച്ചോ. നിന്റെ പൊട്ട ഒന്നിനും കൊള്ളാത്ത റൂബിക്സ് ക്യൂബ് ഞാൻ എത്ര നേരമായി നോക്കുന്നു സോൾവ് ചെയ്യാൻ. ഇത് സോൾവ് ആകുന്നേ ഇല്ല. എന്നാ പിടിച്ചോ. അങ്കിളുടെ തല കാണാനില്ല, പക്ഷെ ഈ ശബ്ദം എവിടെന്നാ വരുന്നത്? ഇവിടെയല്ല, എന്റെ മുഴുവൻ ഫേസ് പാക്ക് നാശമാക്കി കളഞ്ഞു. ദിവസം മുഴുവൻ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഓരോ കുരുത്തക്കേട് കാണിച്ചുകൊണ്ട് നടക്കും. ആ പിനാക്കിയെ കണ്ട് വല്ല നല്ല കാര്യങ്ങളും പഠിക്കും. അവൻ ആരെയും ശല്യപ്പെടുത്താറില്ല, വീട്ടിലായാലും സ്കൂളിലായാലും. ഇന്ന് വരെ അവനെ കുറിച്ച് ഒരു കംപ്ലൈന്റ് പോലും ഇല്ല. നിങ്ങളെ രണ്ടെണ്ണത്തിനെ കോർട്ട് മാർഷൽ ചെയ്യും ഞാൻ. പോയി അവരവരുടെ മുറി പോയിരിക്കും. മോനെ പിനാക്കി, നീ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? എന്താ സ്കൂളിൽ? അയ്യോ, അങ്കിളിനോട് ആന്റിയോട് നീ എങ്ങനെ പറയും? നാളെ കംപ്ലൈന്റ് പറയാനായിട്ട് സ്കൂളിലേക്ക് മാഡം വിളിച്ചിട്ടുണ്ടെന്ന്. അതൊന്നുമില്ലെന്നേ, അത് സ്കൂളിലെ ഫീസ് അടിക്കാനുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. സ്കൂൾ ഫീസ് ഡോണ്ട് വറി പിനാക്കി, ഞാൻ അടച്ചോളാം സ്കൂൾ ഫീസ്. അങ്കിളും ആന്റി നാളെ സ്കൂളിൽ വന്നില്ലെങ്കിൽ മീറ്റി മിസ് എന്നെ ശരിയാക്കും. ഞങ്ങളില്ലേ? ഡോണ്ട് വറി, വെൻ ഹാപ്പി ഈസ് വിത്ത് യു. എടാ മണ്ട, ഞാൻ കേണൽ സൂര്യയാകാം, പിന്നെ ഇവൻ മിസ്സിസ് സൂര്യയും. എന്താ മതിയായോ? എന്താ അങ്കിളിന് എങ്ങാനും ഇത് മനസ്സിലായാലോ? ഏയ്, ഒരിക്കലുമില്ല. എന്താണെന്ന് വെച്ചാൽ അവർ നാളെ ഭൂതങ്ങളുടെ സമ്മേളനത്തിന് പോവാണ്. പക്ഷേ ഇവിടെ ഹാപ്പി ഉള്ളപ്പോ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല. എന്താ കപ്പു, ശരിയല്ലേ?
അയ്യോ ഹാപ്പിനെയും ഗപ്പനും കാണാനല്ലോ. ഓർമ്മ വന്നത് നന്നായി. സമ്മേളനത്തിന് പോകും മുമ്പ് പിനാക്കിയുടെ ഫീസ് അടച്ചിട്ട് പോകാം. പിനാക്കിക്ക് സന്തോഷമാകും. നിങ്ങൾ രണ്ടുപേരും വന്നോ? പ്രിൻസിപ്പൾ എത്ര നേരം കാത്തിരിക്കുന്നു. പ്ലീസ് ഒന്ന് നന്നായിട്ട് ഹാൻഡിൽ ചെയ്തേക്കണേ. നിങ്ങൾ വന്നോന്നോ? രണ്ടുപേരും വന്നോന്നോ? പ്രിൻസിപ്പൽ ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുവെന്നോ? എന്താ ഹാൻഡിൽ ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓർമ്മയുണ്ടല്ലോ. നല്ല ഓർമ്മയുണ്ട്. നീ തന്നെയല്ലേ ഇന്നലെ എല്ലാം പറഞ്ഞു തന്നത് മോനെ? വാ വാ മോനെന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. ഇംപ്രസ്ഡ് ആൻഡി. പിന്നെ അങ്കിളും വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. ബട്ട് നോ ഓവർ ആക്ടിങ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ നമ്മൾ എത്തി. ഇനി ആക്ടിങ്ങിന്റെ സമയമായി. എങ്ങനെയുണ്ട്? ശരിക്കും കേണൽ സൂരി അല്ലേ? മീശ വിരിച്ചിട്ട് എന്താ ഹാപ്പി? ഞാനാവും കേണൽ സൂരി. വേണ്ട, ഞാനാവും കേണൽ സൂരി. ഞാനാവും കേണൽ സൂരി. ഇല്ല, ഞാനാവും. ഇതാരാ? കേണൽ സൂരി ആൻഡ് മിസസ് സൂരി, നിങ്ങൾ ഇതെപ്പം വന്നു? പ്ലീസ് കം ഇൻ. ഐ ആം സോറി, നിങ്ങൾ ഇരിക്കൂ, ഞാൻ ഇപ്പൊ വരാം. ആക്ച്വലി എനിക്ക് ഷേക്ക് കുടിക്കാനുള്ള സമയമായി. നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? വാവ്, ഷേക്കോ? താങ്കൾ തന്നെ കുടിച്ചോളൂ, ഞങ്ങൾക്ക് വെള്ളം പോലും വേണ്ട. എന്നാ ശരി, ഞാൻ ഇപ്പൊ തന്നെ വരാം. കഷ്ടിച്ചു രക്ഷപ്പെട്ടു. നിങ്ങളെന്താ ഇവിടെ? നിങ്ങളോട് ഞാൻ എന്റെ അകത്ത് ക്യാബിനിൽ ഇരിക്കാനല്ലേ പറഞ്ഞത്? അകത്ത് ക്യാബിനിലോ? കുഴപ്പമില്ല, വന്നോളൂ. എന്തോ കുഴപ്പമുണ്ടല്ലോ, ഒന്ന് പോയി നോക്കിയേക്കാം. ഞാൻ മീട്ടി മാഡത്തിനെ വിളിച്ചിട്ടുണ്ട്. പിന്നെ സന്തുവിന്റെ മദറും ഇപ്പോൾ തന്നെ വരും. സർ സർ, മേ ഐ ഗോ ടു ദി ടോയ്ലറ്റ് പ്ലീസ്? ഓക്കേ, നീ പോയിട്ട് വരൂ. ഓ, എന്താ സന്തുവിന്റെ ഫീസ് ലേറ്റ് ആയോ? നീ പിന്നെ എടുത്തോ. ഇവിടുത്തെ എനിക്ക് വേണം. ഞാൻ തരില്ല. തരില്ലെന്ന് പറഞ്ഞില്ലേ? ശരി ശരി, എന്നാ പിടിച്ചോ, എന്നാ പിടിച്ചോ, എന്നാ പിടിച്ചോ, എന്നാ പിടിച്ചോളാൻ. ഹാപ്പി നിന്നോടല്ലേ പിടിച്ചോ. അയ്യോ, ഇന്നിവര് രണ്ടും എല്ലാം കൊള്ളാക്കും. അയ്യോ, ഇനി എന്ത് ചെയ്യും? എല്ലാ സീക്രറ്റും പുറത്താവുമല്ലോ. പിന്നെ അങ്കിളുടെ കയ്യിൽ നിന്ന് നല്ല അടിയും കിട്ടും. എന്ത് ചെയ്യും? ഐഡിയ. എന്താ മോനെ? അറിയില്ല, പെട്ടെന്ന് എന്റെ കാലിനൊരു വേദന. ഭയങ്കര വേദന. ഹാപ്പി ഗപ്പു, നീ ഇതെന്തിനാ ഹാപ്പിയും ഗപ്പൂനെയും വിളിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളല്ലേ നമ്മൾ ഓർക്കണ്ടേ? അതുകൊണ്ടാ. ഹാപ്പി ഗപ്പു. കണ്ടോ, അവൻ എന്ത് ഇഷ്ടമാണ് ഹാപ്പിയും ഗപ്പൂനെയും. ഹാപ്പി ഗപ്പു, അങ്കിൾ ആന്റി രക്ഷപ്പെട്ടോളൂ. ഐ മീൻ, എന്നെ രക്ഷിക്കണേ. നീ വിഷമിക്കണ്ട പിനാക്കി, നിന്നെ ഞാൻ എടുത്തോണ്ട് പോയിക്കോളാം. സാവധാൻ. അയ്യോ പടി പാളി, അങ്കിള് മാറ്റി ഇവിടെയോ? എന്തിന്? അകത്തേക്ക് വരൂ. ഓ, വേഗം വിളിക്ക്. അങ്കിൾ, അവര് പോയി. എന്നുവെച്ചാ വേദന പോയി. അങ്കിൾ എന്നെ താഴെ ഇറക്കിക്കോളൂ. ഓ ശരി, അത് നന്നായി. പ്ലീസ് സിറ്റ്. ഒരു മിനിറ്റ്. ഐ ആം ഷുവർ പിനാക്കി നിങ്ങളോട് എല്ലാം പറഞ്ഞു കാണുമല്ലോ അല്ലേ? ഐഡിയ. താങ്ക് യു പിനാക്കി. നൗ ഐ ആം ഫൈൻ. സോറി, അത് ബോട്ടില് കയ്യുന്നോ വഴുതിപ്പോയി. നിങ്ങൾ എന്തിനാണ് ഈ സ്ഥലം മാറിയിരിക്കുന്നത്? അത് കേണലിന് ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. എന്താ സംഭവിക്കുന്നത്? അപ്പോൾ കേണൽ സൂരി ആൻഡ് മിസസ് സൂരി, പിനാക്കി എല്ലാം പറഞ്ഞു കാണുമല്ലോ അല്ലേ? ഇന്നലെ സന്തുവിന്റെ മുഖം അർപ്പിച്ചു. അതുകൊണ്ടാണ് മിസ് മീറ്റി നിങ്ങളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. അത് ശരി, അപ്പൊ അതാണല്ലേ കാര്യം. നിങ്ങൾ വീണ്ടും സ്ഥലം മാറിയിരുന്നോ? സർ, സന്തുവിന്റെ മമ്മി വന്നിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. പോകാം.
ആ, അതെ അതെ ഇന്നലെ ഇന്നലെ ഇതേ ലാബിൽ ലാബിൽ വെച്ചാണ് വെച്ചാണ് എന്റെ സുന്ദരനായ മോന്റെ മുഖം കറുപ്പിച്ച് കളഞ്ഞത്. ഈ പിനാക്കി ഇവന് നല്ല ശിക്ഷ തന്നെ കൊടുക്കണം. ശിക്ഷ തീർച്ചയായും ലഭിക്കും, പക്ഷേ അത് തെറ്റ് ചെയ്തയാൾക്ക് മാത്രം. എന്ന് വെച്ചാൽ സാർ, അതായത് പിനാക്കിയുടെ എക്സ്പെരിമെന്റിൽ ബ്ലൂ, റെഡ്, ഗ്രീൻ ഈ കളേഴ്സ് മാത്രം ഉണ്ടായിരുന്നത്. പിന്നെ ഈ ബ്ലാക്ക് കളറിന്റെ പൗഡർ എവിടെ നിന്ന് വന്നു? പിന്നെ നീ സന്തു പിനാക്കിയുടെ ടേബിളിന്റെ അടുത്ത് ബ്ലാക്ക് പൗഡർ കൊണ്ട് നീ എന്താണ് ചെയ്തിരുന്നത്? മിട്ടി മാം, അത് എല്ലാവരുടെയും മുന്നിൽ നിന്നെ നാണം കെടുത്തിയല്ലോ നീ. നീ വീട്ടിലേക്ക് വാ. സന്തു, നീ 1005 പ്രാവശ്യം ഒറ്റയ്ക്ക് ഈ ലാബിൽ ഈ എക്സ്പെരിമെന്റ് ചെയ്യണം. സോറി മിട്ടി മാം. എന്നെ കാണാൻ എന്ത് രസമാണ്. വലിയ ആവേശമായിരുന്നു അവന് കേണൽ സൂര്യ ആവാൻ. ഇനി നീ ചെയ്യടാ കസർത്ത്, ഞാൻ എടുക്കട്ടെ വിശ്രമം. ആ, എനിക്കും ഒരാഴ്ചത്തേക്ക് അവധിയാ. എല്ലാം ഗപ്പു തന്നെ ചെയ്തോളൂ.